ഈ ദിവസങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കുന്ന, സാധാരണക്കാരുടെ പക്ഷത്ത് നിൽക്കുന്ന എല്ലാവരെയും വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു ബില്ല് നമ്മളുടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കാൻ പോകുന്നു. അത് ഇന്ന് അവതരിപ്പിക്കും എന്നുള്ളതാണ് നമ്മളെല്ലാവരും കേട്ടിരുന്നത്. FCRI ആക്ട് നവീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കിയ ഡ്രാഫ്റ്റ് ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയും അത് ഇന്ന് തന്നെ തീരുമാനമാകുകയും ചെയ്യും എന്നുള്ളൊരു ആശങ്കയാണ് ഈ ദിവസങ്ങളിൽ വിവിധ പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇന്നത്തേക്ക് ആ ബില്ല് ഷെഡ്യൂൾ ചെയ്തിരുന്നുവെങ്കിലും അത് മാറ്റിവെച്ചു എന്ന് അറിഞ്ഞതിൽ, അത് അവതരിപ്പിക്കേണ്ടെന്നല്ല, അത് മറ്റൊരവസരത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളത് അല്പം താൽക്കാലികമായിട്ടുള്ളൊരു ആശ്വാസം നമുക്ക് നൽകുന്നുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഈ FCRI ആക്ട് നമുക്കെല്ലാവർക്കും വളരെ ഉത്കണ്ഠ ഉളവാക്കുന്നത് എന്ന്. പലപ്പോഴും ഈ സ്വരങ്ങൾ വന്നത് കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ വിവിധ ക്രൈസ്തവ സഭകളിൽ നിന്നാണ് ഈ ആശങ്കകളുടെ സ്വരം നമ്മൾ കേട്ടത്. എന്നാൽ ഈ FCRI അക്കൗണ്ടുകളും അതുപയോഗിക്കുന്ന ഏജൻസികളുടെയും ഭാരതത്തിലുള്ള മൊത്തത്തിലുള്ള എണ്ണം നമ്മൾ നോക്കുമ്പോൾ അതിൽ ക്രൈസ്തവ ഏജൻസികളുടെ എണ്ണം വളരെ കുറവാണ് എന്നുള്ളതാണ് വാസ്തവം. ബഹുഭൂരിപക്ഷം ഹൈന്ദവ ഏജൻസികളുണ്ട്, സെക്യുലർ ഏജൻസികളുണ്ട്, വിവിധ മതങ്ങളുടെ ഏജൻസികളുണ്ട്. എന്നാൽ ഈ ഏജൻസികളെല്ലാം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരായവരെ, നമ്മളുടെ സാമൂഹിക സംവിധാനങ്ങൾക്ക്, ഭരണ സംവിധാനങ്ങൾക്ക് ഇനിയും എത്തിപ്പെടാൻ സാധിക്കാത്ത, സഹായഹസ്തം നീട്ടാൻ സാധിക്കാത്ത ഇടങ്ങളിലൊക്കെ വിദേശത്ത് നിന്നുള്ള സാമ്പത്തിക സഹായം സ്വീകരിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ മേലുള്ള വലിയൊരു ഡയോക്ലീഷ്യൻ വാളായിട്ട് കടന്നു വന്നിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്കയ്ക്ക് കാരണമായത്. കാരണം ഈ നിയമത്തിലെ പല വ്യവസ്ഥകളും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. FCRI വിദേശ പണം, അക്കൗണ്ട് വഴി വിദേശ പണം സ്വീകരിക്കുന്നവർ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കർശനമായ നടപടികൾ എടുക്കുവാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് അവകാശമുണ്ട്. അതിൻ്റെ നിയമനിർമ്മാണം നടത്തുവാനും കേന്ദ്ര ഗവൺമെൻറ്റിന് അവകാശമുണ്ട്. എന്നാൽ ഒരു FCRI അക്കൗണ്ടുള്ള ഏജൻസിയുടെ ഏതെങ്കിലും ഒരു ചെറിയ പിഴവ്, ചെറുതോ വലുതോ ആകട്ടെ, ഒരു പിഴവ് ആ ഏജൻസിയുടെ കീഴിൽ ഉള്ള ഈ വിദേശ ഫണ്ട് സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രോജക്റ്റ് മാത്രമല്ല, അസറ്റും എല്ലാം അത് സ്വന്തമാക്കുവാൻ, കൈയടക്കുവാനുള്ളൊരു അവകാശം, അതാണ് ഈ പുതിയ ബില്ല് കൊണ്ടുവരുന്നത്. ഒന്ന് ഓർത്ത് നോക്കുക, ഇപ്പോൾ തൃശ്ശൂർ അതിരൂപതയെ പോലെയുള്ള ഒരു രൂപത 130-ലേറെ വർഷങ്ങൾ പഴക്കമുള്ള പല ട്രസ്റ്റുകളും ഏജൻസികളും ഡീംഡ് ട്രസ്റ്റുകളും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു രൂപതയാണ്. ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പ്രസ്ഥാനം, അത് രൂപതയോ സഭയോ മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല NGOകളുമുണ്ട് അവയിൽ. അങ്ങനെ ദീർഘകാലത്തെ പാരമ്പര്യമുള്ള ഒരു NGO വളരെ കാലങ്ങളായിട്ട് വിദേശ ഫണ്ട് സ്വീകരിച്ചും നാട്ടിലെ പണം സ്വീകരിച്ചുകൊണ്ടും കെട്ടിപ്പടുത്ത പ്രസ്ഥാനങ്ങളുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ ഇന്നത്തെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് വന്നൊരു നോട്ടപ്പിഴവ്, ആ വ്യക്തി കണക്ക് സബ്മിറ്റ് ചെയ്തതിൽ വന്ന ഒരു തെറ്റ്, ഇങ്ങനെ ഏതെങ്കിലും ഒരു കാരണം ഉന്നയിച്ചുകൊണ്ട് വളരെ ചെറുതോ വലുത് മാത്രമല്ല, ചെറിയ കാരണങ്ങൾ കൊണ്ട് പോലും FCRI അക്കൗണ്ട് ക്യാൻസൽ ചെയ്യപ്പെടുന്ന ഒരു അന്തരീക്ഷം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ച് 2020 വന്ന ആ റിവിഷന് ശേഷം ഈ ഏജൻസിക്ക് ലഭിച്ചിരിക്കുന്ന അധികാരം
അത് സർവ്വവ്യാപിയാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. ചെറിയ കാരണങ്ങൾ കൊണ്ട് പോലും, ചിലപ്പോൾ കാരണം പോലും ബോധിപ്പിക്കാത്ത വിധത്തിൽ ഈ FCIRI അക്കൗണ്ടുകൾ, ആയിരക്കണക്കിന് അക്കൗണ്ടുകൾ ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വന്നിരിക്കുന്ന ഈ ബില്ല് അത് പ്രാവർത്തികമാകുകയാണെങ്കിൽ ഒരുപക്ഷെ അന്നത്തെ ആ ക്യാൻസൽ ചെയ്യപ്പെട്ടത് ആ കാലഘട്ടത്തിൽ അതിൻ്റെ അധ്യക്ഷതയിലോ അല്ലെങ്കിൽ നേതൃത്വം കൊടുക്കുന്നവർക്ക് വന്നുപോയ കണക്കിലെ ഏതാനും ലക്ഷങ്ങളുടെ പിഴവാകാം, അവർ കണക്ക് സബ്മിറ്റ് ചെയ്തതിലുള്ള പിഴവാകാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ളൊരു പിഴവുകളുടെ പേരിൽ വർഷങ്ങൾ, പതിറ്റാണ്ടുകളും ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ വരെ ഈ സമൂഹത്തിന് സേവനം ചെയ്ത അനേക തലമുറകളിലൂടെ കെട്ടിപ്പടുത്ത പ്രസ്ഥാനങ്ങളും ട്രസ്റ്റുകളും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഏറ്റെടുക്കുക എന്ന് പറയുന്നത് അത് സാമൂഹിക നീതിക്ക് ചേർന്നതല്ല എന്നുള്ളതാണ് നമ്മിലൊക്കെ ഏറ്റവും കൂടുതൽ ഉത്കണ്ഠ വരുത്തുന്നൊരു കാര്യം. ഇപ്പോൾ തലപ്പത്തിരിക്കുന്ന വ്യക്തി 2-3 ലക്ഷത്തിൻ്റെ അല്ലെങ്കിൽ 50 ലക്ഷത്തിൻ്റെ തന്നെ ഒരു പിഴവ് വരുത്തിയാൽ അതിന് ആനുപാതികമായിട്ടുള്ള ശിക്ഷ, അതിനാനുപാതികമായിട്ടുള്ള ഒരു പിഴ ഈടാക്കുവാൻ തീർച്ചയായിട്ടും സാമൂഹിക നീതി നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അത് തിരുത്തിക്കൊണ്ട് ആ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതായിരിക്കണം പാവപ്പെട്ടവരുടെ പക്ഷത്ത് നിൽക്കുന്ന, സാധാരണക്കാരൻ്റെ ആവശ്യങ്ങളും നെടുവീർപ്പുകളും തിരിച്ചറിയുന്ന ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഇങ്ങനെ ഒരു പിഴവ് വന്നതിൻ്റെ പേരിൽ ഈ നൂറ്റാണ്ടുകൾ അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾ അനേക ലക്ഷം മനുഷ്യർക്ക് വലിയ സേവനം ചെയ്ത ആ പ്രസ്ഥാനത്തെ അപ്പാടെ വിഴുങ്ങിക്കളയുന്നത് അത് ഒരിക്കലും സാമൂഹിക നീതിക്ക് ചേർന്നതല്ല. തെറ്റിന് അനുസൃതമായിട്ടുള്ള ശിക്ഷ നമുക്ക് നൽകാം. പക്ഷേ ഒരു തെറ്റ് സംഭവിച്ചതിൻ്റെ പേരിൽ ആ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കുന്നതിന് പകരം അവൻ ഏത് പ്രസ്ഥാനമാണോ ആ പ്രസ്ഥാനത്തെ അപ്പാടെ വിഴുങ്ങിക്കളയുന്ന ഒരു സമീപനത്തിൻ്റെ പുറകിൽ ദുരൂഹത, ഒരു ഹിഡൻ അജണ്ട ആളുകൾ സംശയിക്കുന്നതിൽ തെറ്റ് പറയാനാകില്ല. അത്തരത്തിലുള്ള വളരെ ഗൂഢമായിട്ടുള്ള പല ലക്ഷ്യങ്ങളും ഈ ബില്ലിൻ്റെ പുറകിലുണ്ട് എന്ന് ജാതി മത വർഗ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്കൊക്കെ അതീതമായി മനുഷ്യരെ സ്നേഹിക്കുന്ന, സാമൂഹിക നീതിയെ മുറുകെ പിടിക്കുന്ന ഏതൊരു വ്യക്തിയും ഇന്ന് സംശയിക്കുകയാണ്. ഈ ജനത്തിൻ്റെ ഇത്തരത്തിലുള്ള നല്ലവരായ ബഹുഭൂരിപക്ഷം വരുന്ന ഈ പൊതുസമൂഹത്തിൻ്റെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ബില്ല് തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയല്ല, ഈ ബിൽ കാതലായ മാറ്റങ്ങൾ വരുത്തി പ്രൊപ്പോർഷണേറ്റായിട്ടുള്ള ശിക്ഷയിൽ മാത്രം ഒതുക്കി നിർത്തുന്ന, ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനം നമ്മുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാകണം, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം, അതിനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് തൃശ്ശൂർ അതിരൂപത കത്തോലിക്ക സഭ ഇന്ന് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യപ്പെടുന്നത്. ഇത് അതിരൂപതയുടെ അല്ലെങ്കിൽ സഭയുടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ളൊരു ആവശ്യമല്ല. ഇത് സാമൂഹിക നീതിയുടെ പ്രശ്നമായതുകൊണ്ട് സഭ അതിലിടപെടുന്നു. ഇത് സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, പാവപ്പെട്ടവരുടെ, ഇനിയും വികസനം എത്തിച്ചേർന്നിട്ടില്ലാത്തവരുടെ, ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി തീരുന്ന സഭയുടെ സ്വരമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതുകൊണ്ട് ഇത് ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ഒരു ആവശ്യമെന്ന രീതിയിൽ നോക്കിക്കാണാതെ ഇത് ഭാരതത്തിലെ ഏത് പൗരൻ്റെയും നമ്മളുടെ ഭരണഘടന ഉറപ്പാക്കുന്ന അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരിലേക്ക് പുരോഗതിയും നീതിയും എത്തിച്ചേരുന്നതിനുമുള്ള ഒരു മുറവിളിയായി കണ്ടുകൊണ്ട് ഇത് നമ്മുടെ സാമാന്യ ജനത്തിൻ്റെ സ്വരമായി കേട്ടുകൊണ്ട് ഗവൺമെൻറ് ഈ ബില്ല് പ്രാവർത്തികമാക്കുന്നതിൽ നിന്ന് പിന്തിരിയണം എന്നുള്ളതാണ് എനിക്ക് സഭയ്ക്ക് വേണ്ടി, നമ്മളുടെ പൊതുസമൂഹത്തിന് വേണ്ടി അതിൻ്റെ ഒരു എളിയ അംഗമെന്ന നിലയിൽ നിങ്ങളോട്
അധികാരികളോട് ആവശ്യപ്പെടാനുള്ളത്?